Good morning, students. Welcome to the class. Hope you all are fine and safe. Let's continue with Aristotle's observations on tragedy. So in the last class, we had seen the different constituent parts of tragedy, the 6 constituent parts of tragedy, which are they? Plot, character, thought, diction, song, and spectacle. So plot, character, and thought, these 3 were the objects of the imitation of tragedy, and the other 2, diction and song, these are the medium through which the tragedy or the thoughts of the characters or the story is expressed. And the last one, spectacle, it is the manner how the stage is represented, which is not basically the art of poetry. So ഇത് ഇത്രയും ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്. Today we are going to see the very important part, yet another important part in this chapter, that is called as the Three Unities. ഒരു ട്രാജഡിയിൽ അല്ലെങ്കിൽ ഒരു പ്ലോട്ടിൽ ഉണ്ടായിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട യൂണിറ്റിയെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ സംസാരിക്കുന്നുണ്ട്. എന്തിൻ്റെയൊക്കെ യൂണിറ്റിയെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. എനിവേ, ആസ് എ ജസ്റ്റ് I'll give you the 3 unities, that is unity of action, unity of time, and unity of place. ചിന്തിക്കണം, ഇത് BC കാലഘട്ടങ്ങളിൽ എത്രയോ നാളുകൾക്ക് മുന്നേ അവിടെ ഗ്രീസിൽ ഉണ്ടായിരുന്ന നാടകങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടിട്ടാണ് അരിസ്റ്റോട്ടിൽ ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സജ്ജീകരണങ്ങളും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഈ കോൺസെപ്റ്റുകളെല്ലാം തന്നെ അരിസ്റ്റോട്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. We can move on to the 3 unities. First one is about unity of action. Okay. While going through the characteristics of tragedy, or while discussing the very definition of tragedy, we had seen that tragedy is an imitation of an action. Tragedy എന്ന് പറയുന്നത് ആക്ഷൻ്റെ imitation ആണ്. What is meant by this action? Life. What we see here, what we are doing here, we are just imitating it on the stage. ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നത് പോലെ അഭിനയിക്കാൻ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയോ നമ്മൾ ആ സ്റ്റേജിൽ പോയിട്ട് അഭിനയിക്കുന്നുണ്ടായിരിക്കുക, അല്ലേ? സോ വി ആർ ഇമിറ്റേറ്റിംഗ് വാട്ട് വി ആർ ഡൂയിങ് ഓർ ഹൗ സംബഡി എൽസ് ഇസ് ഡൂയിങ്. ഇപ്പം നമ്മൾ വേറൊരാളെ പോലെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷനിലുള്ള നമ്മളെവിടെയെങ്കിലും വായിച്ചിട്ടുള്ള ഒരാളെ പോലെയാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സോ ദർ കംസ് എ കൈൻഡ് ഓഫ് ഇമിറ്റേഷൻ ഓഫ് ലൈഫ് ഇറ്റ് സെൽഫ്, ഇമിറ്റേഷൻ ഓഫ് ആക്ഷൻ ഇറ്റ് സെൽഫ്. അയാൾ എങ്ങനെയാണോ കൈയെടുക്കുന്നത്, അയാൾ എങ്ങനെയാണോ സംസാരിക്കുന്നത്, അല്ലെ? പല ഫിലിം സ്റ്റാർസിനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പല ഫിലിം സ്റ്റാർസിൻ്റെയും ഇൻ്റർവ്യൂസ് നമ്മൾ കാണുകയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന ക്യാരക്ടറിനെ പോലെ ചെയ്യാനായിട്ട് ആ സ്ഥലത്ത് പോയിട്ട് അവരെയൊക്കെ കണ്ട് പഠിച്ചിട്ടൊക്കെയാണ്. അങ്ങനത്തെ ഒരു മാനറിസംസ് ഉണ്ടായിരിക്കും, ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കും, വേ ഓഫ് ലുക്ക്, how they move their hands, the gestures, the expressions, the dialogue delivery, എല്ലാം നോക്കിയിട്ട് കണ്ടു പഠിച്ചിട്ടായിരിക്കും ഭൂരിഭാഗം പേരും ചെയ്യുന്നതായിരിക്കും. വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും ചിലപ്പോൾ അങ്ങനെ അത് ഇമാജിൻ ചെയ്ത് ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രമായി ഞാൻ മാറിയാൽ എങ്ങനെ ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ദർ ഷുഡ് ബി എ കൈൻഡ് ഓഫ് ഇമിറ്റേഷൻ ഓഫ് ആക്ഷൻ ഗോയിങ് ഓൺ. അപ്പോൾ ഈ ചെയ്യുന്ന ആക്ഷന് ഒരു യൂണിറ്റി വേണം. ദർ ഷുഡ് ബി എ കൈൻഡ് ഓഫ് യൂണിറ്റി. വി ഡിസ്കസ്ഡ് ഏർലിയർ അബൌട്ട് ദ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്തൊക്കെ വേണം? ബിഗിനിങ്ങും മിഡിലും എൻഡും വേണം. അത് തമ്മിലൊരു ലോജിക്കലായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള സീക്വൻസ് വേണം. നമ്മൾ കണ്ടു ബിഗിനിങ്ങിൻ്റെ അവിടെ ബിഗിനിങ് തന്നെയും അവിടെ മിഡിൽ വരാൻ പാടില്ല, മിഡിലിൻ്റെ അവിടെ മിഡിൽ തന്നെ ആയിരിക്കണം, അവിടെ എൻഡ് വരാൻ പാടില്ല, എൻഡിൻ്റെ അവിടെ എൻഡ് തന്നെ ആയിരിക്കണം, അവിടെ ബിഗിനിങ് വരാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒന്നും അരിസ്റ്റോട്ടിൽ ഫേവർ ചെയ്യുന്നില്ല. ബിക്കോസ് ഓഫ് ദ ലിമിറ്റേഷൻസ് ദേ ഹാഡ് അറ്റ് ദാറ്റ് ടൈം. ലിമിറ്റഡ് ക്യാരക്ടേഴ്സ്, ലിമിറ്റഡ് പ്രോപ്പർട്ടീസ്, ലിമിറ്റഡ് സ്റ്റേജ് സെറ്റിംഗ്സ് ആൻഡ് എവറിത്തിങ്. നോ പ്രോപ്പർ സൗണ്ട്. വെറാസ് the community, the audience community, it was too large to afford. 40,000 to 50,000 ആൾക്കാരൊക്കെ ഒത്തുകൂടിയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട്, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള അവതരണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള റൈറ്റിങ്സും അനാലിസിസുമാണ് നമ്മളിവിടെ കാണുന്നത് എന്നുള്ളത് ഓർക്കണം. Okay. The plot being the soul of a tragedy, the artistic arrangement of its incidents is of prime importance. It should have first unity of action, or only those actions and not all in the life of the hero which are intimately connected with one another and appear together as one whole. ഒരു ഹീറോയുടെ കഥയായിരിക്കും പറയുന്നുണ്ടായിരിക്കുക, പക്ഷെ അവിടെ ഹീറോനെ മാത്രമായിരിക്കുമോ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ കാണിക്കുന്നുണ്ടായിരിക്കുക? ഡെഫിനറ്റ്ലി നോട്ട്.
അയാളുമായി ബന്ധിപ്പിക്കുന്ന പല കാര്യങ്ങളെയും കാണിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഓഫ് കോഴ്സ് ഒരു ട്രാജഡിയിൽ അല്ലെങ്കിൽ ഒരു കഥയിൽ, ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കഥാപാത്രത്തെ ഒരു സീനിൽ കാണിച്ചു പോവുക എന്ന് ചിന്തിക്കുക. So the audience would have thought about the importance of this particular character who seems to be insignificant. പക്ഷേ അയാളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന ഏതെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനായിരിക്കും ചിലപ്പോൾ ഇത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ഇമ്പോർട്ടൻസ് ആ മൊമെൻ്റ് എത്തുമ്പോൾ വരുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ കഥയുമായിട്ടൊരു ബന്ധവും ഒന്നും ഇല്ലാത്ത ഒരാളെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നാൽ എല്ലാ സിനിമകളും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആൾക്കാരെയും അനാവശ്യമായിട്ട് അതിൽ ഉൾക്കൊള്ളിച്ചതായിട്ടൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ എന്തിനാൾ വന്നു പോയതെന്ന് പോലത്തെ ഒരു തോന്നൽ ചിലപ്പോൾ പല മൂവീസും കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല കഥകൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. സെയിം തന്നെയാണ് ഇവിടെ ഈ ഒരു യൂണിറ്റി ഓഫ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഡെഫിനറ്റ്ലി ഒരു കഥ നടക്കുമ്പോൾ ആ കഥയിലെ കഥാപാത്രങ്ങളെ മുഴുവനായിട്ടും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഡിഫറെൻറ്റ് പ്ലേസിലായിട്ട് ഡിഫറെൻറ്റ് സമയങ്ങളിലായിട്ട് പല ആക്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ആക്ഷൻസ് തമ്മിലൊക്കെ ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആസ് എ ഹോൾ ഈ പ്ലേയെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഒരു ചരട് എല്ലാ കഥാപാത്രങ്ങളും തമ്മിലുണ്ടായിരിക്കും. ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറെ തന്നെ കംപ്ലീറ്റ് കാണിക്കാൻ പറ്റില്ലായിരിക്കും, വേറെ രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണമായിരിക്കാം. പക്ഷെ ആ സംഭാഷണത്തിന് ഈ മെയിൻ കഥാപാത്രവുമായിട്ട് അല്ലെങ്കിൽ അയാളുടെ ലൈഫുമായിട്ട് ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു, ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ പ്ലേസ് ആണെങ്കിൽ അതിൽ ഫൂളിൻ്റെ പല ഡയലോഗ്സ് വരെ ഫിലോസഫിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു അണ്ടർടോൺ അതിലെ കഥാപാത്രത്തിൻ്റെ ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ചില again I am quoting from film which is a very popular art which can be related to your own time. ഫിലിമിലെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പലതരത്തിലുള്ള ഇമോഷൻസിനെ കാണിക്കാനായിട്ട് വളരെ സാഡായിട്ടുള്ളൊരു ഇമോഷനെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ വരാൻ പോകുന്നൊരു ദുരന്തത്തെ സിഗ്നിഫൈ ചെയ്യാനായിട്ട് തിരമാലകൾ ഇങ്ങനെ ആർത്തടിക്കുന്ന ഒരു രംഗം കാണിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിഷ്വൽ ബ്യൂട്ടിയിലൂടെ, വിഷ്വലായിട്ടുള്ള ലാംഗ്വേജിലൂടെ പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് പല കാര്യങ്ങളും കൺവേ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് അനാവശ്യമായിട്ടത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനവിടെ ഒരു സ്ഥാനം ഉണ്ടായെന്ന് വരില്ല. എന്നാൽ അതേസമയം തന്നെ അത് ആ ഒരു ഇമോഷനെ കണക്ട് ചെയ്യുന്ന സീക്വൻസിൽ, ഇപ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു രംഗം കാണുമ്പോൾ ആ സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രേതത്തിനെ കാണിക്കുമ്പോൾ സാധാരണ കാണിക്കുന്ന കുറേ ഇമേജസ് ഉണ്ട്. ഒരു നായ, ഒരു ഔൾ, ഒരു മൂങ്ങയുടെ അല്ലെങ്കിൽ ഒരു കരിയിലകൾ കാറ്റിൽ പറക്കുന്നു, ജനാലകൾ കാറ്റത്താടുന്നു. ഇതൊക്കെ ആ ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഡിമോണിക് ആയിട്ടുള്ള പ്രസൻസിനെ സിഗ്നിഫൈ ചെയ്യാനായിട്ട് യൂഷ്വലി ക്ലീഷേ വൈസ് കാണിക്കുന്ന കുറേ ഇമേജസ് ആണ്. അപ്പോൾ അതിനൊക്കെ അവിടെ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതവിടെ കാണിക്കുന്നതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ട്രാജഡിയുടെ യൂണിറ്റി ഓഫ് ആക്ഷനെ കുറിച്ചും അരിസ്റ്റോട്ടിൽ സംസാരിക്കുന്നത്. വാട്ട് ഇസ് ഇറ്റ്? In the life of the hero, okay, it should have first unity of action, or only those actions and not all in the life of the hero which are intimately connected with one another and appear together as one whole. The structural union of the parts being such that if any one of them is displaced or removed, the whole will be disjointed and disturbed. ആവശ്യമില്ലാത്ത ഒന്നും അതെത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അത് ഉൾക്കൊള്ളിക്കാതെയും, ആവശ്യമുള്ളത് അതെത്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് തോന്നിയാലും അവിടെ കൊണ്ടുവരികയും ചെയ്തിരിക്കണം. ചിലപ്പോൾ ഒരു കള്ളനായിരിക്കാം, ഒരു കള്ളൻ വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ്, അതായത് രണ്ടാളുകളെ തമ്മിൽ തിരിച്ചറിയാനായിട്ട്, ഒരു അമ്മയ്ക്ക് മകനെ തിരിച്ചറിയാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റിനെയോ ഒരു എലമെൻറ്റിനെയോ, ചിലപ്പോൾ ഒരു ലോക്കറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു വളയോ മാലയോ ആയിരിക്കാം, അത് അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആ കള്ളൻ ആ കഥയിൽ സ്ഥാനമുണ്ട്. ബിക്കോസ് ആ ഒരു കള്ളൻ കാരണമായിരിക്കാം ആ കഥയിലെ കംപ്ലീറ്റ് ട്വിസ്റ്റ് സംഭവിക്കുന്നതെങ്കിൽ that insignificant character has to do something with the tragedy or some relation with the tragedy. സോ ഇപ്പോൾ ഈഡിപ്പസിൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള ആ രണ്ട് ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ്, ആ ഒരു മെസ്സഞ്ചറും ഷെപ്പേർഡും കാരണമാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം വേറൊരു നാട്ടിലെത്തുകയും he thought that he would be killing his he would be murdering his father and he would be marrying his mother and then he eloped from that place. പക്ഷേ ട്രാജഡി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നത് മറ്റൊരു വിധത്തിലായിരുന്നു. ഫെയ്റ്റ് ഓർ കോയിൻസിഡൻസ് വി കുഡ് സേ. ഹി മെറ്റ് ഹിസ് റിയൽ ഫാദർ ഓൺ ദ റോഡ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അച്ഛനാണെന്ന്. മിസ്റ്റേക്കൺലി ഹി കിൽഡ് ഹിസ് ഫാദർ ആൻഡ് മാരീഡ് ഹിസ് മദർ ആൻഡ് ഹാഡ് ചിൽഡ്രൻ. സോ അങ്ങനെ പോകുന്ന ആ ഒരു കഥയിൽ അത്രയും ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു സെർവൻറ്റിനെയോ അല്ലെങ്കിൽ ആ ഒരു ഷെപ്പേർഡിനെയോ ഒക്കെ കൊണ്ടാണ് ആ കഥയിൽ അത്രമാത്രം വളരെ പ്രകടമായൊരു ട്വിസ്റ്റ് ഹാപ്പൻ ചെയ്യുന്നത്.
സോ അപ്പോൾ ഇങ്ങനെ ബന്ധമുള്ള ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടാണെങ്കിൽ പോലും ആ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളിക്കുകയും എന്നാൽ ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പ്ലോട്ട് വുഡ് ബി വെൽ നിറ്റഡ് വൺ. അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നായിട്ട് മാറും എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഓക്കെ, so there may be many more actions in the life of a hero. There are in every man's life. So tragedy, it shows it's an imitation of action. So ഒരാളുടെ ലൈഫിലുള്ള എല്ലാ ആക്ഷൻസും നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റും. എല്ലാതും കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആ കഥയുടെ ആ ഒരു പ്രോഗ്രഷൻ്റെ കഥാഗതിയെ കാണിക്കുന്ന, ഇപ്പോൾ ഒരു ട്രാജഡി ആണെങ്കിൽ ആ ട്രാജഡിയെ കാണിക്കുന്ന അതുമായി ബന്ധപ്പെടുത്തുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്റ്റേജിൽ കാണിച്ചാൽ മതി, ബിക്കോസ് ഓഫ് ദ ലിമിറ്റേഷൻ ഓഫ് ടൈം. സി ഇഫ് ഇറ്റ് ഈസ് an epic, it can be a more elaborated one, or it would be a kind of unlimited timing and all that. Time സ്പേസും ഒക്കെ അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ അവിടെ ജീവിതത്തിൽ നടക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളെ വരെ എപ്പിക്കിൽ ഉൾക്കൊള്ളിക്കാം അല്ലേ. നോ ബൗണ്ടറീസ് ദർ. വറാസ് ഇൻ എ സ്റ്റേജ് ട്രാജഡി നമ്മൾ ആദ്യം കണ്ടത് ഒരു ഷോർട്ടർ കോമ്പസിലാണ് ട്രാജഡി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോർട്ടർ കോമ്പസിൽ വർക്ക് ചെയ്യുമ്പോൾ അത്രയും കോമ്പാക്റ്റ് ആയിട്ട് വേണം ആ പ്ലേ അവിടെ അവതരിപ്പിക്കാൻ. അനാവശ്യമായിട്ടുള്ളതെല്ലാം അവിടെ വെട്ടിക്കളയേണ്ടി വരും. ഇപ്പോൾ ഒരു ഫിലിം കാണുമ്പോഴാണെങ്കിൽ നമ്മൾ 5 മണിക്കൂർ ഫിലിം കാണുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കി, ഒരു 2.5 3 അത്രയും മാക്സിമം ഒരു 3 അല്ലെങ്കിൽ ഒരു 2.5 ടൈം മാത്രമേ നമുക്കൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ചട്ടക്കൂട് അത്രയും ഒതുക്കി തീർക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആവുക. അതിലും കൂടുതൽ ലെങ്തിയർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ആസ് എ സീരീസ് ആൻഡ് ഓൾ ദാറ്റ് അല്ലെ. ഡിഫറെൻറ്റ് സീസൺസ് ആയിട്ട് ഡിഫറെൻറ്റ് സീരീസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരിക. അപ്പോൾ ഓരോന്നിനും ഓരോ സ്വഭാവമുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു ട്രാജഡി എന്ന് പറയുമ്പോൾ അതിനൊരു ഫിക്സഡ് കോമ്പസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് ആക്ഷൻസ് ഉണ്ടെങ്കിലും ആവശ്യമുള്ള എലമെൻറ്റ്സ് മാത്രമേ അതിൽ കാണിക്കാനായിട്ട് പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഫോളോസ് ദർഫോർ ദാറ്റ് ദ ഇവൻറ്റ്സ് കംപ്രൈസിങ് ദ പ്ലോട്ട് വിൽ കൺസേൺ ഓൺലി വൺ മാൻ ആൻഡ് നോട്ട് മോർ. സോ ഇപ്പോൾ ഒരു ട്രാജഡി എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വേണം കാണിക്കാനായിട്ട്. ഇല്ലെങ്കിൽ മറ്റൊരാളെയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും കൂടെ അവിടെ കയറി വരും. അപ്പോൾ ഒരു കണക്ഷനും ഉണ്ടാവില്ല തമ്മിൽ. പക്ഷെ നമുക്കറിയാം, നമ്മൾ സിനിമയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കണക്ഷൻ വെച്ചിട്ട് 2, 3, 4 ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള മൂവീസ്, അത് ട്രാജഡി ആയിക്കോട്ടെ കോമഡി ആയിക്കോട്ടെ ഒക്കെ വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. കോമഡി ഇറ്റ്സ് ക്വൈറ്റ് ഓക്കെ, ബിക്കോസ് ആ ഒരു കോംപ്ലക്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹാപ്പി ഹസ്ബൻഡ്സ് പോലത്തെ ഫിലിംസ് ഒക്കെ ആണെങ്കിൽ അതുപോലത്തെ ഒത്തിരി ഡ്രാമാസും നമുക്ക് ഷേക്സ്പിയറിൻ്റെ ഡ്രാമാസും കാണാനായിട്ട് സാധിക്കും. പെയറുകൾ തമ്മിൽ മാറിപ്പോകുന്നു. മിഡ്സമ്മേഴ്സ് നൈറ്റ്സ് ഡ്രീം ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ 12th നൈറ്റ് ആണെങ്കിലും ഒക്കെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പെയേഴ്സിനെ മാറിപ്പോകുന്നതും മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതും മിസ്ലീഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള പ്ലോട്ടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറേ ട്വിസ്റ്റുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഒരു ട്രാജഡിയിൽ അത് വരുമ്പോഴത്തേക്കും അതിൻ്റെ അത് അറോസ് ചെയ്യിക്കേണ്ട ഫീലിങ്സ് ഇഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഷുഡ് അറോസ് ദ പിറ്റി ഷുഡ് ബി അറോസ് ബൈ സീയിങ് ദ അൺഡിസേർവ്ഡ് സഫറിങ് ഓഫ് ദ ഹീറോ ഓർ ഓഫ് ദാറ്റ് പേഴ്സൺ, tragic hero, and fear aroused by seeing or by fearing about the impending disaster that may befall on him. അപ്പോൾ ഒരാളുമായിട്ട് കണക്ട് ചെയ്യുന്ന only one person, ട്രാജഡി എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി ഒരു 1 person സ്റ്റോറി ആയിരിക്കണം. ഒരാളെ സെൻറ്റർ ചെയ്യുന്ന ബാക്കി ക്യാരക്ടേഴ്സ് ആയിരിക്കണം. അപ്പോൾ അതുമായി ബന്ധിപ്പിക്കുന്ന ഇവൻറ്റ്സ് എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട്, ആവശ്യമുള്ള ഇവൻറ്റ്സ് എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വേറൊരു ക്യാരക്ടറും കൂടെ അവിടെ വരികയാണെങ്കിൽ അയാളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കേണ്ടി വരും. അപ്പോൾ അതൊരു ഒരൊറ്റൊരു പ്ലോട്ടിനകത്തോ അല്ലെങ്കിൽ ഒറ്റൊരു ടൈം കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് സാധ്യതയില്ല. അത് എപ്പിസോഡിക് പ്ലോട്ടുകൾക്ക് വേണമെങ്കിൽ ഓക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. So he says that their introduction in the same story must therefore disturb its unity. അപ്പോൾ മറ്റ് കഥാപാത്രങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുമ്പോൾ ആ കഥയുടെ ഒരു ഓർഗാനിക് ഹോൾ, അതിൻ്റെ ആ ഒരു യൂണിറ്റിയെ അത് ഡിസ്റ്റർബ് ചെയ്യുമെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഓൺ വിത്ത് എ വൺ മാൻ സ്റ്റോറി. ട്രാജഡി ആണെങ്കിൽ അതൊരു വൺ മാൻ സ്റ്റോറി. വാട്ട് ഓൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹിസ് ലൈഫ്, what all the significant insignificant part which can contribute something to the tragedy. ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, എന്നാൽ അത് ട്രാജഡിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് ഷുഡൻ ബി അവോയ്ഡഡ്. അതേസമയം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് എങ്കിൽ പോലും ആ ട്രാജഡിയുമായിട്ട് അത് കണക്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് അരിസ്റ്റോട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. യൂണിറ്റി ഓഫ് ആക്ഷൻ മീൻസ് basically it focuses on the action and
It is said that it is action because it imitates life. It is an imitation of life. So life എന്ന് പറയുന്നത് മൂവ്മെൻ്റ് ഉള്ളതാണ്. ആളുകളുടെ ചലനങ്ങളും ആളുകളുടെ ജീവനുള്ള ആളുകളുടെ ചലനങ്ങളും നമ്മൾ ലൈഫിൽ കാണുന്നത്. അതിൻ്റെ ഒരു പകർച്ചയാണ് നമ്മൾ എവിടെ കാണുന്നത്? ഡെഫിനറ്റ്ലി സ്റ്റേജിൽ കാണുന്നത്. സോ there will be living and moving characters on the stage. There will be action. And this action should have a kind of organic unity in them. And we should see one man with some kind of flaw or weakness in him. And the story should go around based on that particular man. അദ്ദേഹവുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു യൂണിറ്റിയുള്ള ഒരു പ്ലോട്ടിനെ, ആക്ഷനെയാണ് ട്രാജഡി കാണിക്കേണ്ടത്. ദാറ്റ് ഈസ് അബൌട്ട് ദ യൂണിറ്റി ഓഫ് ആക്ഷൻ. The second unity is regarding the unity of time. What is this unity of time? Unity of ടൈമിനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. അതായത് ഒരു കഥ നടക്കുമ്പോൾ അതിനെ ഒരു സിംഗിൾ റെവല്യൂഷൻ ഓഫ് ദ സണ്ണിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, ഇവൻസ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം ട്രാജഡിയുടെ ടൈം ലിമിറ്റിനെ കുറിച്ച് പറയുന്നത്. ബിക്കോസ് നമുക്കറിയാം ഒരു ട്രാജഡി എന്ന് പറയുമ്പോൾ ഇറ്റ് വുഡ് ടേക്ക് ഓൾമോസ്റ്റ് 3 or 4 or മാക്സിമം 5 to 6 hours അത് നാടകം അവതരിപ്പിക്കാറുള്ളൂ. അപ്പോൾ ഒരു 24 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളെ ഒരു 5-6 മണിക്കൂറിൽ കാണിക്കുമ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി അതൊരു കൺവീനിയൻ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് സെഡ് ദാറ്റ് conformity between the time taken by the events of the play and that taken in their representation on the stage, that is to confine itself to a single revolution of the sun or but slightly to exceed this limit, whereas the epic has no limits of time. Here Aristotle is giving a kind of comparison with epic. ട്രാജഡി എപ്പിക്കുമായിട്ടൊരു കമ്പാരിസൺ അദ്ദേഹം ഒരു കമ്പയർ അവിടെ ചെയ്യുന്നുണ്ട് അദ്ദേഹം. എപ്പിക് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിഹാസങ്ങൾ, അതിനൊരു ലിമിറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. എത്രയോ പരമ്പരകളുടെ ജനറേഷൻസ് ആൻഡ് ജനറേഷൻസിൻ്റെ കഥകളാണ് നമ്മൾ കാണുന്നത്. ഓർ ജസ്റ്റ് കൺസിഡർ ദ ഹോളി ബൈബിൾ ആസ് എ ലിറ്ററേച്ചർ. ഒരു ലിറ്റററി ഭാഗം അതിൻ്റെ ചിന്തിക്കുകയാണെങ്കിൽ വി കുഡ് ഫൈൻഡ് ദാറ്റ് ഓക്കെ ഒരുപാട് ജനറേഷൻ്റെ കഥകൾ അതിൽ പറഞ്ഞു പോകുന്നു, ഒരുപാട് ആളുകളുടെ വംശാവലിയെക്കുറിച്ച് അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. വെദർ ഇറ്റ് ഇസ് ആബ്രഹാം ഓർ ഡേവിഡ്, വാട്ട് എവർ ഇറ്റ് ഇസ്, ഹൂഎവർ ഇറ്റ് ഇസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ കഥകൾ നമുക്കൊരു പുസ്തക രൂപേണ നറേറ്റീവിലൂടെ പറഞ്ഞു പോകാനായിട്ട് സാധിക്കും. വെദർ ഇറ്റ് ഇസ് രാമായണ ഓർ മഹാഭാരത. ബട്ട് കൺസിഡർ ടേക്കിംഗ് ഇറ്റ് ടു എ സ്റ്റേജ്, ഒരു ഇനാക്റ്റായിട്ടത് ഒരു പെർഫോമൻസ് ആയിട്ടത് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതൊരു ഷോർട്ടർ കോമ്പസിലാക്കി വളരെ കോമ്പാക്റ്റ് ആക്കി കണ്ടൻസ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒത്തിരി മണിക്കൂറുകളൊന്നും ആൾക്കാർ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ടിരിക്കണം എന്നില്ല. സോ അതിനെ ഒന്ന് കംപ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. ആവശ്യമില്ലാത്തതിന് നമ്മൾ നേരത്തെ യൂണിറ്റി ഓഫ് ആക്ഷനിൽ കണ്ടതുപോലെ ആവശ്യമില്ലാത്തതിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് ആവശ്യമുള്ളതിനെ മാത്രം ട്രാജഡിയുമായി റിലേറ്റ് ചെയ്യുന്നതിനെ മാത്രം കമ്പൈൻ ചെയ്തിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് യൂണിറ്റി ഓഫ് ടൈമിൽ പറയുന്നത് ഇവൻറ്റ്സ് കാണിക്കുമ്പോൾ അതൊരു സിംഗിൾ റെവല്യൂഷൻ ഓഫ് സണ്ണിനെ ബേസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് എപ്പിക് ഹാസ് നോ ലിമിറ്റ്സ് ഓഫ് ടൈം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെ ഓൾഡർ ക്രിട്ടിക്സ് ഇൻ്റർപ്രറ്റ് ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിൽ നടക്കുന്ന കഥ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്നൊരു വായനയാണ് അന്നത്തെ കാലത്ത് നടന്നിട്ടുള്ളത്. അരിസ്റ്റോട്ടിൽ എവിടെയും അങ്ങനെ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കഥ മാത്രമേ പാടുള്ളൂ എന്ന്. പക്ഷെ അതിൽ നടന്നിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെയായിരുന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എ ഗുഡ് ട്രാജിക് പ്ലോട്ട് ഷുഡ് ടേക്ക് 24 hours period or 24 hours span of time for the events to take place. അതതിന് അപ്പുറത്തേക്ക് എക്സിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ട്രാജിക് പ്ലോട്ട് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് അന്നത്തെ ഓൾഡർ ക്രിട്ടിക്സ് എത്തി എന്നാണ് പറയുന്നത്. ആക്ച്വലി അത്രയും കർക്കശമായിട്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടില്ല എന്നും കൂടെ അവിടെ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഫ്രം ദിസ് ദ ഓൾഡർ ക്രിട്ടിക്സ് were led to believe that for a good tragic plot, if it should be a good tragedy, what should be done? It was necessary to select an event or events that happened within 24 hours or so in life, so that when represented in about 1/4 of that time on the stage, they may not appear unnatural as they would if the plot time were longer. പ്ലോട്ട് ടൈം അപ്പോൾ അതിൽ 24 മണിക്കൂറിലും കൂടുതലാണെങ്കിൽ അതൊരു ബാഡ് ട്രാജിക് പ്ലോട്ടായിട്ട് മാറും. ആളുകൾക്ക് അതൊരു അൺനാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ 24 hours ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ എത്രയോ നാളത്തെ കഥകൾ കാണാറുണ്ടല്ലോ അല്ലെ, ഡിഫറെൻറ്റ് 3 ജനറേഷൻ്റെയൊക്കെ സ്റ്റോറി ഓർ സെഞ്ച്വറീസ് ബാക്ക് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വരെ കാണിക്കാറുണ്ട്. എന്നാൽ അതേസമയം തന്നെ ട്രാഫിക് പോലത്തെ സിനിമകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരൊറ്റ ദിവസത്തെ ഇവൻറ്റിനെയാണ് അത് കംപ്ലീറ്റ് ആയിട്ടും കാണിക്കുന്നത്.
ബട്ട് ഫിലിമിലായതുകൊണ്ട് അത് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ് അതിൻ്റെ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട്. നാടകത്തിലെന്ന് പറയുമ്പോഴത്തേക്കും അന്നത്തെ കാലത്ത് അത്രയും ഓൾഡർ ആയിട്ടുള്ള ആ ഒരു BC ടൈമിൽ, ഏൻഷ്യൻ ടൈമിൽ അത് അത്രയും പ്രായോഗികമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഓൾഡർ ക്രിട്ടിക്സ് അതിനെ വിലയിരുത്തിയത്. അരിസ്റ്റോട്ടിൽ പറയുന്ന യൂണിറ്റി ഓഫ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ദ കൺഫോമിറ്റി ബിറ്റ്വീൻ ദ ഇവൻറ്റ്സ് ദാറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് ഹൗ ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഓൺ ദ സ്റ്റേജ്. അത് തമ്മിലൊരു ചേർച്ച വേണം. എത്ര സമയമാണോ കാണിക്കുന്നത് അതും അതിൽ നടക്കുന്ന ഇവൻറ്റ്സും നടക്കുന്ന സമയവുമായിട്ടൊരു കണക്ഷൻ വേണം, ഒരു ബന്ധം, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത് ആൾക്കാർ ഇങ്ങനെയായിരുന്നു. 24 hours നടക്കുന്ന ഇവൻറ്റ്സ് മാത്രമേ ഗുഡ് ട്രാജിക് പ്ലോട്ടിന് പാടുള്ളൂ. എന്നാൽ മാത്രമേ അതിനെ ഒന്ന് ഷോർട്ടർ ആക്കി ഒരു 4 or 3 hours കാണുന്ന ആളുകൾക്ക് അതൊരു കൺവീനിയൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കുള്ളൂ എന്ന കൺക്ലൂഷനിലാണ് ആളുകൾ എത്തിയത് എന്നാണ് പറയുന്നത്. We can move on to the third unity, that is unity of place. ഇപ്പോൾ ഇവിടെ യൂണിറ്റി ഓഫ് ടൈമിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കണക്ഷനാണ് യൂണിറ്റി ഓഫ് പ്ലേസിൽ അരിസ്റ്റോട്ടിൽ പറയുന്നത്. യൂണിറ്റി ഓഫ് പ്ലേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നടക്കുന്ന ഇവൻറ്റ്സ്, അത് പ്ലേസ് ചെയ്യുന്ന സംഭവിക്കുന്ന സ്ഥലങ്ങൾ തമ്മിലൊരു പ്രത്യേക കണക്ഷൻ വേണം. ബേസിക്കലി നമുക്കറിയാം അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൊരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ജസ്റ്റ് ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ഷേക്സ്പിയർ സ്റ്റേജ്. ഷേക്സ്പിയറിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേജിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇറ്റ് ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. ആദ്യം ഇപ്പോൾ ഒരു ഗാർഡൻ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു മാർക്കറ്റ് ഏരിയ ഒക്കെ സീനൊക്കെ കാണിക്കുകയാണെങ്കിൽ കുറച്ച് മൈതാനങ്ങൾ, കടലുകളൊക്കെ കാണിക്കാനായിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഔട്ടർ ആയിട്ടുള്ള ആ ഒരു സ്പേസ് ഉണ്ട്. ചേംബറുകൾ കാണിക്കാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡങ്കൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒഥല്ലോയുടെ ആ ഒരു ചേംബർ സീൻ ആണെങ്കിലോ ഒക്കെ ഉള്ളിലായിട്ടൊരു ഇന്നർ സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ റോമിയോ ആൻഡ് ജൂലിയറ്റിൽ അവർ തമ്മിലുള്ള ആ ഒരു പ്രണയം, ആ ഒരു ബാൽക്കണി സീനൊക്കെ കാണിക്കാനായിട്ട് അപ്പർ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് പ്ലേസസ് കാണിക്കാനായിട്ട്, അതായത് ഇപ്പോൾ അതുപോലുള്ള ഔട്ടർ സ്പേസ് വരുമ്പോഴത്തേക്കും ദേ ക്യാൻ യൂസ് ദിസ് ഔട്ടർ സ്പേസ്, ഔട്ടർ സ്റ്റേജ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആളുകൾക്ക് അണ്ടർസ്റ്റുഡ് ആണ്, ഓക്കെ ഇത് പുറത്തുള്ള സ്ഥലമാണ്. അകത്തുള്ള അന്തഃപുരങ്ങളും അതുപോലുള്ള ബെഡ്റൂമുകളും അതുപോലത്തെ സീനുകളും രാജാക്കന്മാരുടെ ദർബാർസൊക്കെ വരുമ്പോഴത്തേക്കും ദേ ക്യാൻ യൂസ് ദ ഇന്നർ സ്റ്റേജ്. സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേ ആർ ഇൻസൈഡ്. വറാസ് ഹെവൻ അല്ലെങ്കിൽ അതുപോലുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ബാൽക്കണി സീൻസ് കാണിക്കുമ്പോൾ ദേ ക്യാൻ യൂസ് ദ അപ്പർ സ്റ്റേജ്. അങ്ങനെ 3 ടയേഴ്സ് ആയിട്ടാണ് ഷേക്സ്പിയറിയൻ സ്റ്റേജ് നമ്മൾ കാണുന്നത്. കുറച്ചും കൂടി ആളുകൾക്ക് കൺവീനിയൻ്റ് ആണ് കഥ കൺവേ ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്. വേറെ തരത്തിലുള്ള അധികം സീനറീസ് ഒന്നും ഉപയോഗിക്കാത്തൊരു കാലഘട്ടമാണെന്ന് ചിന്തിക്കണം. കുറച്ചും കൂടെ നമ്മളുടെയൊക്കെ ഒരു ടൈമിലേക്കൊക്കെ വരുമ്പോൾ ഡ്രാമാസിൽ വി ക്യാൻ സീ ദാറ്റ് ഡിഫറെൻറ്റ് സീനറീസ് വർ യൂസ് ടു റെപ്രസെൻറ്റ്. ഓക്കെ ഇത് വീടാണ്, അപ്പോൾ ബാക്കിൽ ചുവരിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെറ്റിങ്സ് ആയിരിക്കും. ഗാർഡൻ ആകുമ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ഉള്ള ഒരു കുളമൊക്കെ വരച്ചിട്ടുള്ള ഒരു ഗാർഡൻ സെറ്റിംഗ് ആയിരിക്കാം. ഒരു മാർക്കറ്റ് ആകുമ്പോൾ അതിനെ സിംബോളൈസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സീൻസ് ആയിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സീനുകളെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള സീനറീസിലൂടെയാണ്, അല്ലെങ്കിൽ ഇന്നൊക്കെ ആണെങ്കിൽ പല സ്കിറ്റുകളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, ഡിജിറ്റൽ ആയിട്ടൊക്കെ അത് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. 3D ആ ലെവലിലേക്കൊക്കെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ആസ് വി മെൻഷൻ, Sophocles he began using painted sceneries and all that, but it was too limited. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, 30,000-40,000 ആൾക്കാർ ഇരിക്കുന്നൊരു സദസ്സാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അത്രയും ഓപ്പൺ ഗ്രൗണ്ട് ആണ്. അപ്പോൾ അതിനെ എത്രമാത്രം ബാക്കിലിരിക്കുന്ന ആളുകൾക്കൊക്കെ എത്രമാത്രം എവിഡൻ്റ് ആയിട്ട് ഇത് കാണാൻ പറ്റും എന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആളുകൾക്ക് ഈ പ്ലേസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. സോ ഇവിടെ ബേസിക് ആയിട്ടും അന്നത്തെ ആളുകൾ അരിസ്റ്റോട്ടലിൻ്റെ ഈ ഒരു യൂണിറ്റി ഓഫ് പ്ലേസിനെ എനിവേ ഹി ഹാസൻ കൺഫേംഡ് ഇറ്റ് യെറ്റ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടെത്തലിൽ ഇതിനൊന്നും അത്രയും ശക്തമായിട്ടുള്ള ഉറപ്പില്ല എന്നും പറയുന്നുണ്ട്. നേരത്തെ യൂണിറ്റി ഓഫ് ടൈമിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ യൂണിറ്റി ഓഫ് പ്ലേസും അതിശക്തമായിട്ട് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ഡിഫറെൻറ്റ് ചേഞ്ചസ് ഓഫ് പ്ലേസസ്, ദിസ് ചേഞ്ചിങ് ഓഫ് പ്ലേസസ് ഷുഡിൻ ബി ഡൺ. എവിടെയാണോ കഥ നടക്കുന്നത്, കഥ തുടങ്ങുമ്പോഴും കഥ തീരുന്നത് വരെയും ആ ഒരു സ്പേസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു പ്ലേസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ആ ഒരു പാലസിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണ്, തീബ്സിലാണ് ഈഡിപ്പസിൻ്റെ കഥ നടക്കുന്നതെങ്കിൽ ആ ഒരൊറ്റ പ്ലേസ് മാത്രമേ, സെറ്റിംഗ് മാത്രമേ പാടുള്ളൂ. വേറെ സെറ്റിങ്ങിലേക്ക് പോകാനൊന്നും പാടില്ല. കാരണം അത് കാണുന്ന ആളുകൾക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമാവില്ല എന്നുള്ളൊരു ആ ലിമിറ്റേഷൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് അന്നത്തെ കാലത്തെ ആൾക്കാർ അതിനെ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തത്. ഇതിനെ ഓരോ കാലഘട്ടങ്ങളിലും പിന്നാലെ വന്ന ആൾക്കാർ, ക്രിട്ടിക്കുകൾ ഡിഫറെൻറ്റ് രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ, ഫോർ ദ സേക്ക് ഓഫ് യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്കും
the conformity between the scene of the tragic event or events and the time taken by them to happen എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ യൂണിറ്റി ഓഫ് പ്ലേ ടൈമുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ദാറ്റ് ദ പ്ലേസ് ദർ ഷുഡ് ബി എ ഫിക്സഡ് പ്ലേസ് ഓർ സെറ്റിംഗ് ഫോർ ദ പ്ലേ. ദ പ്ലേസ് ഓർ സെറ്റിംഗ് ഷുഡൻറ്റ് ചേഞ്ച്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള പ്ലേസോ സെറ്റിങ്ങോ ഉണ്ടായിരിക്കണം. വെൻ ദ ആക്ഷൻ ബിഗിൻസ് ടിൽ ദ ആക്ഷൻ എൻഡ്സ് ദർ ഷുഡൻറ്റ് ബി എനി ചേഞ്ച് ഇൻ ദ സെറ്റിംഗ് എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് പ്ലേസിനെ കുറിച്ച് ബേസിക് ആയിട്ടും പറയുന്നത്. എനിവേ വാട്ട് എവർ ഇറ്റ് ഇസ്, അരിസ്റ്റോട്ടിൽ ഹാസ് നോവർ കൺഫേം ദാറ്റ് ദിസ് ഷുഡ് ബി ഡൺ ഫോർ എ ഗുഡ് ട്രാജിക് പ്ലോട്ട് എന്ന് എവിടെയും പറയുന്നില്ല, യൂണിറ്റി ഓഫ് ടൈമിൻ്റെ കാര്യത്തിലും യൂണിറ്റി ഓഫ് പ്ലേസിൻ്റെ കാര്യത്തിലും. But you have to understand that this is the basic concept interpreted by the different critics. Unity of time-ൽ പറയുന്നത് 24 hours-ൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കണം ഒരു സ്റ്റേജിൽ കാണിക്കേണ്ടത്. Because it would be it will create a kind of inconvenience for the audience to watch if it exceeds this 24 hours എന്നുള്ളൊരു വായനയാണ് അവിടെ നടന്നിട്ടുള്ളത്. Whereas unity of place-ലും അതുപോലെ തന്നെ ഒരു കാര്യമാണ് പറയുന്നത്, the setting or place shouldn't change within the course of this play. Okay, so that is about the three unities. It can be asked for a paragraph question most probably, or it can be asked as a 2 marks question. Probably അതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടാണ് സാധ്യതയുള്ളത്. The three unities എന്ന് പറഞ്ഞാണ് ചോദിക്കുക. യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് ടൈം ആൻഡ് യൂണിറ്റി ഓഫ് പ്ലേസ്. ഇതിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയുന്നുണ്ട്. It is necessary, however, for a good tragic plot to arouse the emotions of pity and fear in the spectator or the reader. Pity, as he has been said, for the undeserved sufferings of the hero, and fear for the impending disaster that may befall on him. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ വീഴാൻ പോകുന്ന ആ വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഫിയറും അദ്ദേഹത്തിന് സംഭവിച്ചു പോയ കാര്യമോ ഇതൊന്നും വരേണ്ട ഒരാളായിരുന്നില്ല, എത്ര നല്ല മനുഷ്യനായിരുന്നു എന്നുള്ള തോന്നലിൽ നിന്നുണ്ടാവുന്ന റോസ് ചെയ്യുന്ന പിറ്റി ഫീലിങ്ങും രണ്ടുമായിരിക്കണം ഒരു ഗുഡ് ട്രാജിക് പ്ലോട്ടിൻ്റെ എൻഡ് റിസൾട്ട്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ്. അരിസ്റ്റോട്ടിൽ ഹാഡ് കൺഫേംഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് എവിഡൻറ്റ് ഫ്രം ഹിസ് ഡെഫിനിഷൻ ഓഫ് ട്രാജഡി. ഇറ്റ് ഷുഡ് അറോസ് ദ ഫീലിംഗ്സ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ. ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്, ട്രാജഡി, ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് ഇൻ ട്രാജഡി ദർ ഷുഡൻറ്റ് ബി എ കൈൻഡ് ഓഫ് ഹാപ്പി എൻഡിങ്. Definitely there would be an unhappy ending for a tragedy. That's why it's called as tragedy. അല്ലേ? ട്രാജഡി എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കണം? ഒരിക്കലും ഒരു ഹാപ്പി ആയിട്ടുള്ള എൻഡിങ് ആവരുത്, വളരെ അൺഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ് അതിന് ഉണ്ടാവാൻ പാടുള്ളൂ. ആൻഡ് അന്നത്തെ കാലത്ത് നമ്മൾ പ്ലേറ്റോയുടെ ആ ഒരു ബേസർ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡ്രാമയെ ആക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രാമയെ അറ്റാക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാഴ്ചപ്പാടാണ്, ഈ ഇരിക്കുന്ന ആൾക്കാരെ, ആ ഹെട്രോജീനിയസ് മൾട്ടിറ്റ്യൂഡിനെ ഹോപ്പ് യു കുഡ് ബി ഏബിൾ ടു റീകോൾ, അല്ലേ? ഹെട്രോജീനിയസ് ആയിട്ടുള്ള മൾട്ടിറ്റ്യൂഡിനെ ഇവോക്ക് ചെയ്യാനായിട്ട്, അവരെ ഒന്ന് ഇൻറ്റൻസിഫൈ ചെയ്യാനായിട്ട്, ആ ഫീലിംഗ് കൺവേ ചെയ്യാനായിട്ട് എക്സസ് ആയിട്ടുള്ള എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള ലാമെൻറ്റേഷൻസും, അതുപോലെ ഇപ്പോൾ കോമഡി ആണെന്നുണ്ടെങ്കിൽ ഉറക്കെയുള്ള അട്ടഹാസിച്ചുള്ള ചിരിക്കലും ബീസ്റ്റുകളും അങ്ങനെ എല്ലാം എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇവർ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ട്രാജഡിയുടെ ഡിഫറെൻറ്റ് ഭാഗങ്ങളാണ്. ലാമെൻറ്റേഷൻ, അതുപോലെ തന്നെ ടോർച്ചറിങ്, ഫിസിക്കൽ ടോർച്ചർ, ഒരാളെ ഭയങ്കര ശക്തമായിട്ട് അടിച്ച് അയാളെ വയ്യാതെയാക്കി. അപ്പം അത്രയും കാണിച്ചാൽ മാത്രമേ ആളുകളിലേക്ക് ആ ഒരു പിറ്റിയും ഫിയറും ഒക്കെ എറോസ് ആവുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ അരിസ്റ്റോട്ടിൽ പറയുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള പ്ലോട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ ഒരാൾ പീഡിപ്പസ് ബ്ലൈൻഡ് ആവുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ആൾക്കാർ ബ്ലൈൻഡായി മാറുക, അല്ലെങ്കിൽ ഫിസിക്കൽ ടോർച്ചറിലൂടെയോ ലാമെൻറ്റേഷനിലൂടെ കാണിക്കുന്നതൊന്നുമല്ല ശരിക്കുള്ള ഒരു ട്രാജഡിയുടെ ത്രെഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ട്രാജിക് ഫീലിംഗ്, ദിസ് പിറ്റിയും ഫിയർ എറോസ് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണം? ഒരാളെ, സ്വന്തം ബ്രദറിനെ, അയാൾ ബ്രദർ ആണെന്നറിയാതെ അയാളെ കൊല്ലുമല്ലോ, അവിടെ യാതൊരു ഫിസിക്കലായിട്ടുള്ള ടോർച്ചറിങ്ങോ ഒന്നും വരുന്നില്ല. ബട്ട് ദാറ്റ് unawareness that he has got, he don't know that he is his brother or his father or mother. അപ്പോൾ അങ്ങനെ അൺനോയിങ്ങിലി സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നുണ്ടാവുന്ന പിറ്റിയും ഫിയറും ആണ് ദ ബെസ്റ്റ് ദ പ്ലേ കുഡ് ഓഫർ എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കോളേജ് ബേസ്ഡ്, ക്യാമ്പസ് ബേസ്ഡ് മൂവിയാണ് ക്ലാസ്മേറ്റ്സിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള മുരളി, അതുപോലെ തന്നെ അതിൽ ഇഷ്ടമുള്ള സുഗു എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അദ്ദേഹം അറിയാതെയാണ് ആ ഒരു വ്യക്തിയെ ആക്സിഡൻ്റലി മേർഡർ ചെയ്യുന്നത്. സ്റ്റിൽ ഇറ്റ് ഈസ് എ മേർഡർ, ബട്ട് അദ്ദേഹം അൺനോയിങ്ലി ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഷോക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഓഡിയൻസിനും
ഏറ്റവും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കരയുന്നതോ ഈ പറഞ്ഞ ഫിസിക്കൽ ടോർച്ചറോ കാണുന്നതിനേക്കാട്ടിലും ഇമ്പാക്റ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള അൺനോയിങ്ലി വരുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ കൊടുക്കുന്ന ഇമ്പാക്റ്റ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഹോപ്പ് ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ്, ഇസ്ൻ്റ് ഇറ്റ്? നമുക്കും ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും അല്ലേ, കറക്റ്റായിട്ടും ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഇങ്ങനെ അറിയാതെ പറ്റിപ്പോകുന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പിറ്റിയും ഫിയറും കൂടുതൽ അറോസ് ചെയ്യിക്കാനായിട്ടുള്ള റീസൺസ് എന്ന് അരിസ്റ്റോട്ടിൽ പറയും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആൻഡ് വെരി ഗുഡ് റെലവൻറ്റ് പോയിന്റ് which can be applied to the present day film watching or series, whatever it is. So there are two ways in which these emotions may be aroused, that is pity and fear, by spectacular means or mere theatrical effects, such as a physical torture, piteous lamentation, beggarly appearance, just like in King Lear, and so on, and by the inner structure of the plot, such as a brother unknowingly killing a brother and discovering the fact later. അപ്പോൾ കൊന്നതിന് ശേഷം അയ്യോ അന്ന് ഞാൻ കൊന്നത് എൻ്റെ അച്ഛനെ ആയിരുന്നോ എന്ന് ഈഡിപ്പസിന് ഉണ്ടാവുന്ന ആ ഒരു റെവലേഷൻ, ആ ഒരു റിയലൈസേഷൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മെൻ്റൽ ഷോക്ക്. സോ ദ വൈഫ്, ദ മദർ ഓഫ് മൈ ചിൽഡ്രൻ, അതെൻ്റെ അമ്മയായിരുന്നോ എന്ന് റിയലൈസ് ചെയ്യുമ്പോൾ ഈഡിപ്പസിന് ഉണ്ടാകുന്ന ആ ഒരു റിവേഴ്സൽ ഓഫ് ആക്ഷൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇനി ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ല, അത്രയും ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു. അതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ദ ബെസ്റ്റ് ട്വിസ്റ്റ് ഇൻ ദ പ്ലേ എന്ന് ഈ ഭാഗത്ത് കാണുന്നത്. ഡിസ്കവറിങ് ദ ഫാക്ട് ലേറ്റർ ഓർ ഇൻറ്റൻഡിങ് ഗുഡ് ആൻഡ് ഡൂയിങ് ഈവിൾ, നല്ലതെന്ന് വിചാരിച്ച് ചെയ്തതാണ് പക്ഷെ അത് ദോഷമായിട്ടും, ഒരാളെ രക്ഷിക്കാൻ നോക്കിയിട്ട് അയാൾ മരിച്ചു പോകുന്ന സിറ്റുവേഷൻ, ഇപ്പോൾ താഴേക്ക് വീഴാൻ പോകുന്ന ഒരാളെ രക്ഷിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ കഴുത്തിലോ കയ്യിലോ അത് കുരുക്ക് വീണ് അയാൾ മരിച്ചു പോകുന്ന സിറ്റുവേഷൻസ്. അപ്പം അങ്ങനെ നല്ലത് ചെയ്തിട്ട് അത് ദോഷമായി മാറുന്ന അവസ്ഥകൾ. ഓർ ലിറ്റിൽ എറർ വിസിറ്റഡ് ബൈ ടു ഹെവി പണിഷ്മെൻറ്റ് ആൻഡ് സോ ഓൺ. ഇറ്റ് ഈസ് ദിസ് ലാറ്റർ മോഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ സുപ്പീരിയർ പോയറ്റ്. അപ്പം അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് നടത്തുന്ന ആളാണ് ദ ബെസ്റ്റ് സുപ്പീരിയർ പോയറ്റ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഫോർ ദ പ്ലോട്ട് ought to be so constructed that even without the aid of the eye, he who hears the tale told will thrill with horror and melt to pity at what takes place. കണ്ണുകൊണ്ട് കാണേണ്ട ആവശ്യമില്ല. ബെറ്റർ പോയറ്റ് എന്ന് പറയുമ്പോൾ വി ക്യാൻ റിലേറ്റ് ഇറ്റ് വിത്ത് എപ്പിക് ഓൾസോ. അദ്ദേഹം മുന്നേ പറഞ്ഞു കഴിഞ്ഞു, ചില ട്രാജഡികൾ കാണണം തന്നെയില്ല, ചിലത് വായിക്കുമ്പോൾ നമുക്ക് ഈ പിറ്റിയും ഫിയറും എറോസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കാം. That is the best poet. He who writes such constructed, well lit plot, where one do unknowingly he may commit some crime, or because of his good nature something turned into evil one. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പോയറ്റിൻ്റെ കഴിവ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. So by this we can wind up today's class. We have to speak more about a tragedy in the next class. So till then, take care. See you on the next class.